ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 57. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. അർജൻറ്റീന, ഒക്ടോബർ 13, 1981, 233. ആന്തരിക ക്ഷതം. ഇന്ന് നിങ്ങൾ ഈ വലിയ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ലുജാനയിലാണ്. ഇവിടെ ഞാൻ വളരെയധികം സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം 1917 ഫാത്തിമയിൽ ഞാൻ നൽകിയ അവസാന ദർശനം ഒരു പ്രാർത്ഥനായോഗം വഴി നിങ്ങൾ സ്മരിക്കുകയാണല്ലോ. നിങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മുഴുവൻ പദ്ധതിയും അന്ന് നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നു. ഏറ്റവും വിഷമം പിടിച്ചതും നിർണായകവുമായ ഒരു കാലഘട്ടത്തിലത്രേ നിങ്ങൾ പ്രവേശിക്കുന്നത്. ഈ ശതാബ്ദത്തിൻ്റെ അവസാന വർഷത്തിലാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ സ്വർഗീയ നായികയും അവളുടെ ശത്രുവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ സിംഹഭാഗവും ഈ ശതാബ്ദത്തിൽ നടന്നു കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത്. ഇക്കാരണത്താൽ ഏറ്റവും വേദനാജനകമായ മണിക്കൂറുകളിൽ ജീവിക്കുന്നതിന് നിങ്ങളെ ഓരോ ദിവസവും ഞാൻ വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സന്നദ്ധരാക്കുന്നു. എത്ര വലിയ വിപത്തിലൂടെയാണ് മക്കൾ കടന്നു പോകുന്നതെന്ന് കാണുന്ന ഒരമ്മയുടെ താല്പര്യത്തോടും ഉത്കണ്ഠയോടും കൂടെ ഞാൻ നിങ്ങളോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിങ്കലേക്ക് തൻ്റെ മാപ്പും പിതൃസ്നേഹവും നിങ്ങൾക്ക് നൽകാൻ കാത്തിരിക്കുന്ന ദൈവത്തിങ്കലേക്ക് നിങ്ങൾ മടങ്ങുക. എത്ര വലിയ അടയാളങ്ങളോട് കൂടിയാണ് ഹൃദയവ്യതയോടെ എൻ്റെ അഭ്യർത്ഥന ഞാൻ നടത്തുന്നത്. ഇത് ഗുരുതരമായ മണിക്കൂറത്രയും. ദൈവനീതിയുടെ പാനപാത്രം ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു. സന്ദേശങ്ങൾ വഴി ഇക്കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ദർശനങ്ങൾ നൽകി. പ്രരോദനത്തോടും രക്തത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പോലും ഇക്കാര്യം ഞാൻ ലോകത്തെ അറിയിച്ചു. ഈ അസാധാരണമായ അടയാളങ്ങൾ വിശ്വസിക്കുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യാതിരിക്കുന്നുവെന്ന വസ്തുത എൻ്റെ മാതൃഹൃദയത്തിൽ ഒരു ആന്തരിക ക്ഷതം ഏൽപ്പിച്ചു. ഇപ്രകാരം ഭീഷണിക്കും അപകടങ്ങൾക്കും വിധേയമായ എൻ്റെ സാധുമക്കൾക്ക് വേണ്ടി ഇതിൽ കൂടുതൽ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങളെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ എൻ്റെ വിമല ഹൃദയത്തെ ഒരു സുരക്ഷിത സങ്കേതമായി ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ സങ്കേതത്തിൽ നിങ്ങളുടെ ആത്മപ്രതിഷ്ഠ വഴി എൻ്റെ ഈ പ്രവർത്തനത്തിലൂടെ പ്രവേശിക്കാൻ ലോകത്തിൽ സകലയിടത്തു നിന്നും നിങ്ങളെ ഞാൻ വിളിക്കുന്നു. ഞാൻ നയിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന എൻ്റെ കുഞ്ഞുമകനെ, ലോകത്തെല്ലായിടത്തും പോയി എല്ലാവരോടും എൻ്റെ ഈ മാതൃ ആഹ്വാനം സർവർക്കും നൽകുക. എൻ്റെ മണിക്കൂർ വന്നു കഴിഞ്ഞു. പിതാവിൻ്റെ പക്കൽ അഭ്യർത്ഥനയുടെയും പാപപ്രായശ്ചിത്തത്തിൻ്റെയും ശക്തമായ നിലവിളി ഉയർത്തുക. പുത്രൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നദികൾ ലോകത്തിൻ്റെ മേൽ പ്രവഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വഴി ലോകം മുഴുവനായി നവീകരിക്കപ്പെടട്ടെ. തദ്വാര അതിൽ ദൈവപിതാവിൻ്റെ മഹത്വം പ്രകാശിക്കട്ടെ. സാന്തിയാഗോ, ഒക്ടോബർ 22, 1981, 234. സമാധാനം നിങ്ങളുടെ പക്കൽ വരും. ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിൽ എല്ലായിടത്തും എൻ്റെ വൈദികരും മറ്റു മക്കളുമൊത്ത് പ്രാർത്ഥനായോഗങ്ങൾ കൂടുന്നതിന് നിങ്ങൾ പോയി. ലോകത്തിലെല്ലായിടത്തും വഴികളിലുടനീളവും എന്നോട് എത്രമാത്രം സ്നേഹവും ഭക്തിയുമാണ് നിങ്ങൾ ദർശിക്കുന്നത്. മാതാവായ എൻ്റെ ആഹ്വാനത്തിന് ഏറ്റവും ഉദാത്തമായ പ്രത്യുത്തരം ലഭിച്ചത് ദരിദ്രർ, ചെറിയവർ, വിനീതർ, ക്ലേശിതർ, പാപികൾ എന്നിവരിൽ നിന്നത്രേ. എൻ്റെ ദുഃഖത്തിൻ്റെ മുള്ളുകൾ പുഷ്പങ്ങളായും എൻ്റെ കണ്ണുനീർ പുഞ്ചിരിയായും മാറുന്നു. എൻ്റെ ഓരോ ദിവസവും നിങ്ങൾ എണ്ണത്തിലും ഔദാര്യത്തിലും വളരുന്നതായി ഞാൻ കാണുന്നു. എല്ലാ ദിക്കുകളിൽ നിന്നും എനിക്ക് ഏറ്റവും പ്രിയങ്കരായ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം എൻ്റെ പക്കലെത്തുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ അടിയന്തരമായ അഭ്യർത്ഥനയ്ക്ക് ഉത്തരമായി
നിങ്ങൾ കൂടെ കൂടെ ചൊല്ലുന്ന ജപമാല എനിക്ക് എത്രമാത്രം പ്രിയങ്കരമാണെന്നോ. എൻ്റെ സാധുമക്കളിൽ ഭൂരിപക്ഷത്തു നിന്നും അനുഭവപ്പെടുന്ന അനാസ്ഥയുടെ നടുക്ക് എൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തണമെന്ന് ഹൃദയവ്യതയോടെ ഞാൻ നൽകിയ യാചനയ്ക്ക് നിങ്ങൾ നൽകിയ പ്രത്യുത്തരം എത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചത്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സമരം തുടരാം. അപ്പോൾ ഓരോ ദിവസവും എൻ്റെ സൈന്യവ്യൂഹത്തിന് പുതിയ സൈനിക യൂണിറ്റുകൾ നിങ്ങൾ ചേർക്കും. അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വിജയത്തിന് നിങ്ങൾ വഴിതെളിക്കുകയും ചെയ്യും. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് സമാധാനം നിങ്ങളുടെ പക്കൽ വരും. സർവവും പരാജയപ്പെട്ടെന്ന് തോന്നുന്ന അതേ നിമിഷം തന്നെ സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീയുടെ അസാധാരണമായ അത്ഭുത പ്രതിഭാസം നിങ്ങൾക്ക് ദൃശ്യമാകും. അവൾ തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യും. ലോകം മുഴുവൻ ആവരണം ചെയ്യുന്ന പ്രകാശം അന്ധകാരത്തെ കീഴടക്കും. വിദ്വേഷത്തിൻ്റെ ശൈത്യം സ്നേഹാഗ്നിയാലും ദൈവത്തിനെതിരായി നടക്കുന്ന പ്രക്ഷോഭം കരുണാർദ്രവും സാർവത്രികവുമായ സഹോദര സ്നേഹത്തിൻ്റെ തിരിച്ചുവരവിനാലും പരിഹരിക്കപ്പെടും. അതെ പ്രിയപുത്രരെ, നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വരും. നിങ്ങളിൽ ചിലർ എൻ്റെ വിമല ഹൃദയത്തിൽ ബലിയർപ്പിക്കപ്പെടും. എങ്കിലും വിശാല ഹൃദയത്തോടു കൂടി നിങ്ങളുടെ പ്രത്യുത്തരം വഴി ഉഗ്രപരീക്ഷണത്തിൻ്റെ സമയം ഹ്രസ്വമാക്കപ്പെടും. നിങ്ങൾ വിചാരിക്കുന്നതിലധികം മുൻപായി എൻ്റെ പുത്രൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭരണം സമാഗതമാകും. അവിടുത്തേക്ക് മാത്രം ബഹുമാനവും ശക്തിയും മഹിമയും എന്നും എന്നേക്കും. ക്വിറ്റോ, നവംബർ 1, 1981. സകല വിശുദ്ധർ 235. പുണ്യവാന്മാരുടെ ഐക്യം. ഞാൻ സകല പുണ്യവാന്മാരുടെയും രാജ്ഞിയാണ്. ഇന്ന് പറുദീസയിലേക്ക് നിങ്ങളുടെ നയനങ്ങൾ ഉയർത്തുക. അവിടെ നിങ്ങളുടെ സഹോദരങ്ങളായ അസംഖ്യം പേർ നിങ്ങൾക്ക് മുമ്പേ ചെന്നു ചേർന്നിട്ടുണ്ട്. യേശുവിൻ്റെ ഭരണം, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ആഹ്ലാദത്തിനും മഹിമയ്ക്കും കാരണമായ ആ ഭരണം ഭൂമിയിലും വേഗത്തിൽ വരുന്നതിനു വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. പറുദീസയിൽ എത്തിക്കഴിഞ്ഞ നിങ്ങളുടെ എല്ലാ സഹോദരന്മാരുമായുള്ള സജീവമായ ഐക്യം അധികം സംബന്ധമാകട്ടെ. പുണ്യവാന്മാരുടെ ഐക്യം ഇക്കാലത്ത് കൂടുതൽ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടണം. എന്തെന്നാൽ തിരുസഭ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ സഭയിൽ എൻ്റെ മകൻ യേശു നിവസിക്കുകയും ഭരിക്കുകയും തൻ്റെ സഹോദരങ്ങളാൽ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ ഇപ്പോഴും സമരം ചെയ്യുകയോ സഹിക്കുകയോ നിത്യസന്തോഷത്തിൽ ആനന്ദിക്കുകയോ ചെയ്യുന്നു. നിങ്ങൾ വെളിയിൽ വിഹരിക്കുകയോ എൻ്റെ ആഹ്വാനം എല്ലായിടത്തും എത്തിക്കുകയോ എൻ്റെ മക്കളെ എൻ്റെ സൈന്യവ്യൂഹത്തിൽ ഒരുമിച്ച് കൂട്ടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗീയ തലത്തിലേക്ക് ഉയരത്തിലെത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ സഹോദരന്മാരാൽ മാത്രം സഹായിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും പ്രതിരോധിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ എൻ്റെ വിമല ഹൃദയത്തിന് ചുറ്റും പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം നിർമ്മിക്കുകയും നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളെ സ്വർഗവുമായി ഐക്യപ്പെടുത്തുന്ന ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നു. ഈ ദൃശ്യം പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുദിനം നന്മകൾ ലഭിക്കുകയും അവരോടുകൂടെ സംയോജിച്ച് നിങ്ങൾ മുന്നേറുകയും ചെയ്യുന്നു. നവംബർ 12, 1981. 236 മഹാപരീക്ഷണം. ഒരാഴ്ചയ്ക്ക് തുടർച്ചയായി പ്രാർത്ഥനായോഗം ചേരുന്നതിന് നിങ്ങൾ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപുത്രന്മാർ മെക്സിക്കോയുടെ ഏറ്റവും വിദൂരമായ സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ. പ്രത്യേകമായ ഔത്സുക്യത്തോടെ അതിനെ ഞാൻ സംരക്ഷിക്കുകയും ഇക്കാലത്ത് അതിനെ ദ്രോഹിക്കുന്ന നിരവധി തിന്മകളിൽ നിന്ന് അതിനെ ഞാൻ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ആനന്ദദായികയും കാരുണ്യവതിയുമായ അമ്മയും അത്രയേ. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ബാലനായ ജുവാൻദിയോഗോക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട് അയാളുടെ ഭാഗ്യവസ്ത്രത്തിൽ എൻ്റെ രൂപം പതിക്കുകയുണ്ടായി. ഇന്ന് എൻ്റെ രൂപം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ജീവിതത്തിലും പതിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്താൽ മുദ്രിതരായവരാണ്. ഈ മുദ്ര വന്യമൃഗത്താൽ വഞ്ചിക്കപ്പെടുന്നതിന് തങ്ങളെ അനുവദിച്ചവരിൽ നിന്നും അവൻ്റെ ദൈവനിന്ദാകരമായ നമ്പർ തങ്ങളിൽ മുദ്രിതമാക്കി അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരിൽ നിന്നും നിങ്ങളെ വേർതിരിച്ചു കാണിക്കുന്നു. എൻ്റെ മുദ്ര പതിച്ചിരിക്കുന്നവർക്കെതിരെ സർപ്പത്തിനോ ക്രൂരമൃഗത്തിനോ യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. പാതാളത്തിലെ നക്ഷത്രം എൻ്റെ അടയാളത്താൽ മുദ്രിതരായവരെല്ലാം
മുദ്രിതരായവരെയെല്ലാം മർദ്ദിക്കും. എന്നാൽ എൻ്റെ ഛായയാൽ ഞാൻ തന്നെ മുദ്രിതരാക്കിയ ആളുകളെ ഉപദ്രവിക്കുവാൻ അവന് സാധ്യമല്ല. അവരിൽ നിരവധി ആളുകൾ ചൊരിയുന്ന രക്തത്താൽ ദൈവനീതിക്ക് ശമനമുണ്ടാവുകയും എൻ്റെ വിജയത്തിൻ്റെ സമയം ത്വരിതീകരിക്കമാകുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയാലും സഹനത്താലും ആത്മബലിയാലും എൻ്റെ പദ്ധതി ഞാൻ പൂർണ്ണമാക്കും. നിങ്ങൾക്ക് മഹിമയോടെ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന യേശുവിൻ്റെ രാജ്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയസമയം വേഗത്തിൽ ഞാൻ കൊണ്ടുവരും. ഈ വിധം സമാധാനത്തിൻ്റെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയും അങ്ങനെ അവസാനം പുതിയ ആകാശവും പുതിയ ഭൂമിയും നിങ്ങൾ കാണുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വലിയ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും മഹാമനസ്കതയോടെ പ്രത്യുത്തരിക്കുക. ഈ അസാധാരണ പ്രാർത്ഥനാ യോഗത്തിൽ നിങ്ങൾക്കായി യേശുവിലൂടെ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് നിങ്ങളെ ഈ അന്ത്യസമയത്തിൻ്റെ അപ്പസ്തോലന്മാരായി രൂപാന്തരപ്പെടുത്തും. നിങ്ങളുടെ പ്രാർത്ഥനയും സഹനവും വിശ്വാസവും എനിക്ക് തരിക. നിങ്ങളെ നിരാശയിൽപ്പെടുത്താൻ ഭീകരമായ കുരുക്കുകൾ കൊണ്ട് എൻ്റെ ശത്രു നിങ്ങളെ ആക്രമിക്കുന്നുവെങ്കിൽ ഭയപ്പെടാതിരിക്കുക. നിങ്ങൾ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, എൻ്റെ പ്രിയ സുധന്മാരാണ്, എൻ്റെ അപ്പസ്തോലന്മാരാണ്. മഹാദുരിതത്തിൻ്റെ കാലത്ത് എൻ്റെ പ്രകാശം ഞാൻ അനുദിനം വർദ്ധിപ്പിക്കുകയും നിങ്ങൾ മാർഗദർശനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉത്ഭവസ്ഥാനത്തായിരിക്കുകയും ചെയ്യും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രന്മാരെ, ലോകത്തിന് വേണ്ടിയെന്ന പോലെ നിങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ മഹാപരീക്ഷണമുണ്ടായത്. ന്യൂയോർക്ക്, ഡിസംബർ 8, 1981, 237. പുണ്യസ്നേഹത്തിൻ്റെ പാതയിൽ. എൻ്റെ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ ദിനമായ ഇന്ന് വലിയൊരു പ്രാർത്ഥനായോഗത്തോടുകൂടെ സുദീർഘവും അസാധാരണവുമായ ഈ യാത്ര, അതെ, എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് നിർഗമിച്ച പ്രസാദപരത്തിൻ്റെ യഥാർത്ഥ അത്ഭുതങ്ങൾ വിതരണം ചെയ്യുന്ന ഈ യാത്ര അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ തന്നെ നിങ്ങളുടെ സർവാംഗ സുന്ദരിയായ അമ്മയാകുന്നു. സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീ ഞാൻ തന്നെ. ഒരു വിശേഷ ആനുകൂല്യത്താൽ ജന്മപാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ നിഴലിൽ നിന്ന് പോലും സംരക്ഷിക്കപ്പെട്ട എനിക്ക് പിതാവ് പ്രപഞ്ച സൃഷ്ടിയിൽ ലക്ഷ്യമാക്കിയിരുന്ന പ്ലാൻ പൂർണ്ണമായി പ്രതിബിംബിപ്പിക്കുന്നതിന് കഴിയുമായിരുന്നു. ഈ വിധം കർത്താവിന് ഏറ്റവും വലിയ മഹിമസ്തുതി നൽകുവാൻ എനിക്ക് കഴിവുണ്ടായി. ഞാൻ സർവാംഗ സുന്ദരിയും പ്രസാദപരപൂർണയുമായിരുന്നതിനാൽ പിതാവിൻ്റെ വചനം തൻ്റെ വാസസ്ഥലമായി എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ഏറ്റവും വലിയ ചെറുമയിലേക്ക് സ്നേഹത്തിൻ്റെ വലിയൊരു അത്ഭുതത്താൽ നമ്രശിരസ്കനായി എൻ്റെ കന്യകാത്വ ഉദരത്തിലേക്ക് ദൈവവചനം ഇറങ്ങി വന്നു. അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും എൻ്റെ പുത്രനായി തീരുകയും ചെയ്തു. ഇപ്രകാരമത്രേ ഞാൻ യേശുവിൻ്റെയും നിങ്ങളുടെയും യഥാർത്ഥ മാതാവായത്. ഞാൻ നിങ്ങളുടെ യഥാർത്ഥ മാതാവാകിയാൽ നിങ്ങളെ യേശുവിൻ്റെ ഛായയിൽ നിരന്തരം ജനിപ്പിക്കുന്നതിനുള്ള ദൗത്യം അവൻ എന്നെ ഭരമേൽപ്പിച്ചു. സ്നേഹത്തിൻ്റെയും ദൈവകൃപാവരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ആന്തരിക മാനസാന്തരത്തിൻ്റെയും പാതയിലൂടെ നിങ്ങളെ നയിച്ചുകൊണ്ട് ഈ ദൗത്യം ഞാൻ നിർവഹിക്കുന്നു. പിശാചിനും പാപത്തിനുമെതിരായി നടക്കുന്ന ഈ അനുദിന പോരാട്ടത്തിൽ ഞാൻ വിജയശ്രീലാളിതയായ ഒരു നായികയാണ്. ഇന്ന് ചുവന്ന സർപ്പത്തിനും അവൻ്റെ ശക്തമായ സൈന്യത്തിനുമെതിരെ പോരാടുന്ന സൂര്യവസ്ത്ര വിഭൂഷിതയായ സ്ത്രീയാണ് ഞാൻ. പരിശുദ്ധാത്മാവ് എൻ്റെ കൊച്ചുപുത്രന്മാരുടെ മഹാസൈന്യവ്യൂഹത്തിന് ശക്തിയും ഓജസ്സും പ്രദാനം ചെയ്യുന്നു. യേശു നിങ്ങളിലൂടെ തൻ്റെ സ്നേഹ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനും പിതാവിൻ്റെ തിരുച്ചിത്തം പൂർണ്ണമായി നിറവേറ്റുന്നതിനും കാത്തു നിൽക്കുന്നു. ഇങ്ങനെ അവൻ സർവസൃഷ്ടിയുടെയും ദൈവത്തിൻ്റെ ആദിമ മഹത്വവൽക്കരണത്തിൽ തിരിച്ചു കൊണ്ടുവരും. ഏറ്റവും വലിയ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ അമലോത്ഭവയായ മാതാവിൻ്റെ പ്രകാശം അനുധാവനം ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം തേജസ് കൊണ്ട് നിങ്ങളെ ആവരണം ചെയ്യുന്നു. എൻ്റെ പുണ്യങ്ങളാൽ നിങ്ങളെ ഞാൻ അണിയിക്കുന്നു. എൻ്റെ മുദ്രയെ നിങ്ങളിൽ ഞാൻ പതിപ്പിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തുന്നു. ഓരോ ദിവസവും പരിപൂർണ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ ഞാൻ നയിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അധരങ്ങളിലൂടെ ഇന്ന് പരിശുദ്ധ പരമത്രിത്വം സ്തുതിയും മഹത്വവും സ്വീകരിക്കട്ടെ. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം നിങ്ങളാണ്.
നിങ്ങൾ എൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മേൽ എൻ്റെ പ്രകാശത്തെ ഞാൻ ചൊരിയുന്നു. ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 24, 1981, 238 സഹനത്തിൻ്റെ പിള്ളത്തൊട്ടിൽ. പ്രിയപുത്രന്മാരെ, എന്നോടുകൂടെ പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉണർന്നിരിക്കുക. ഇത് പരിശുദ്ധ രാത്രിയാണ്. ഏറ്റവും വലിയ നിശബ്ദത സർവത്തിനെയും ആവരണം ചെയ്യുമ്പോൾ ഭൂമുഖത്തിൽ അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അനാവരണം ചെയ്യപ്പെടുന്നു. അത് സ്വർഗത്തെ ഭേദിച്ച് എൻ്റെ ദിവ്യശിശുവിനെ നിങ്ങളുടെ പക്കൽ അയക്കുന്നതിന് സ്വർഗവാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു. ഞാൻ അവൻ്റെ നയനങ്ങളിലേക്ക് നോക്കുന്നു. അവൻ്റെ ഹൃദയമിടിപ്പുകൾ എനിക്ക് അനുഭവവേദ്യമാകുന്നു. അവൻ്റെ കൊച്ചുകരങ്ങൾ എൻ്റെ മാതൃഹസ്തങ്ങൾ കൊണ്ട് സസ്നേഹം ഞാൻ അടിക്കുന്നു. ആ രാത്രിയിൽ ദരിദ്രമായ കാലിത്തൊഴുത്തിലെ ഒരു പിള്ളത്തൊട്ടിലിൽ തുളച്ചു കയറുന്നതും എല്ലാവരാലും ഹൃദയങ്ങളെ അടച്ചു കളയുന്നതുമായ ശൈത്യത്തിൽ അവനെ ഞാൻ കിടത്തുന്നു. ഈ വിശുദ്ധ രാത്രിയിൽ എൻ്റെ സ്വർഗീയ സുതനെ ഞാൻ കിടത്തിയ ആ തൊട്ടിൽ എല്ലാവരുടെയും സഹനവും വേദനയും കൊണ്ട് നിർമ്മിച്ചതത്രേ. ഈ ക്രിസ്തുമസിലും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പ്രാർത്ഥന കൂടുതൽ തീക്ഷ്ണമാകുന്നു. അത് എല്ലാവരെയും ക്ലേശങ്ങളും എൻ്റെ മക്കളിൽ അനേകരുടെ നിരാശയും ഉൾക്കൊള്ളുന്നു. പോളിഷ് ജനതയുടെ കഷ്ടതകളെ ഞാൻ വീക്ഷിക്കുന്നു. അവർ എനിക്ക് അർപ്പിക്കപ്പെട്ടവരാണ്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ എൻ്റെ മാർപ്പാപ്പ അവരെ എനിക്ക് ഭരമേൽപ്പിച്ചു. അവർ തങ്ങളുടെ നാടകീയമായ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയും മാരകമായ സഹനത്തിൻ്റെ കുരിശ് ചുമക്കുകയും ചെയ്യുന്നു. തണുപ്പും വിശപ്പും കൊണ്ട് കഷ്ടപ്പെടുന്ന അവരുടെ മക്കളെ ഞാൻ മാതാവിൻ്റെ ഹൃദയാർദ്രതയോടെ നോക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടും കടത്തിക്കൊണ്ടുപോകപ്പെടുകയും ചെയ്ത അവരുടെ യുവാക്കളെയും ചിതറിപ്പോയ അവരുടെ കുടുംബങ്ങളെയും തങ്ങളുടെ മാനുഷിക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അഭൂതപൂർണമായ സമരം ചെയ്യുന്ന അവരുടെ പുരുഷന്മാരും കൈപ്പേറിയ കണ്ണുനീർ വീണ്ടും ചൊരിയുന്ന അവരുടെ സ്ത്രീജനങ്ങളെയും ഞാൻ മാതൃസ്നേഹത്തോടെ സമീപിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പോളിഷ് ജനങ്ങൾ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പിൻ്റെ അടയാളവും ഇപ്പോൾ മനുഷ്യവർഗത്തിന് സംഭവിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ പ്രതീകവുമായിരിക്കട്ടെ. അപരിമേയമായ സഹനത്തിൻ്റെ തൊട്ടിലിൽ ഇന്ന് എൻ്റെ സ്വർഗീയ ശിശുവിനെ ഞാൻ കിടത്തുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അവന് തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആഗതനാകുന്ന യേശുക്രിസ്തുവിന് വാതിലുകൾ വിശാലമായി തുറന്നിടുവിൻ. നിങ്ങളുടെ മഹാദുരിത സമയത്ത് അവൻ്റെ ജനനത്തിൽ നിന്ന് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പുനർജനനത്തിനായി സുസമൃദ്ധമായ ഒരു പ്രകാശധോരണി പൊട്ടിപ്പുറപ്പെടും. ഡിസംബർ 31, 1981, 239. മൃദുലവും ദുഃഖാർത്ഥവുമായ ഒരു സ്വരം. അവസാനിക്കാൻ പോകുന്ന ഈ വർഷത്തിൻ്റെ അന്തിമ മണിക്കൂറുകൾ എന്നോടുകൂടി പ്രാർത്ഥനയിലും ആഴമായ നിശബ്ദതയിലും ചിലവഴിക്കുക. അപ്പോൾ എൻ്റെ മാതൃരോദനത്തിൻ്റെ മൃദുലവും ദുഃഖാർത്ഥവുമായ സ്വരം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കേൾക്കും. എൻ്റെ കരുണാദ്രമായ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ധാരാളമായി നിപതിക്കുന്നത് നിങ്ങൾ കാണും. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂടുതൽ ഉത്കണ്ഠാപരവും വ്യസനകരവുമായി തീരുന്നത് നിങ്ങൾ കേൾക്കും. എന്തെന്നാൽ എൻ്റെ മാതൃഹൃദയത്തിൽ മുഴുവൻ സഭയുടെ മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം ശത്രുവിനാൽ ഇത്രയധികം ആക്രമിക്കപ്പെടുകയും സ്വന്തം മക്കളാൽ ഇത്രയധികം ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യുന്ന സഭയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിങ്ങൾക്ക് അനുഭവപ്പെടും. ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിലും അഭൂതപൂർവമാം വിധം അപകടത്തിലായിരിക്കുന്ന നിങ്ങളുടെ മാതൃഭൂമിയുടെ ഹൃദയം, ഭീകരമായ പരീക്ഷണത്തിൻ്റെ വേദനാജനകമായ നിമിഷങ്ങൾ ജീവിക്കാൻ പോകുന്ന പാവപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ഗുരുതരവും വേദനാനിർഭരവുമായ സംഭവങ്ങളുടെ ഉമ്മറപ്പടിയിലാണ് നിങ്ങൾ. നിങ്ങളുടെ വ്യഗ്രതയും ഉത്കണ്ഠയും വിസ്മയവും ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ അമലോത്ഭവയായ മാതാവിങ്കിലേക്ക് തിരിക്കുക. എൻ്റെ മാതൃഹൃദയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും ക്ലേശങ്ങളും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ നീതിക്ക് എല്ലാവർക്കും വേണ്ടി യാചനകളുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും അടയാളമായി ഞാൻ സമർപ്പിക്കുന്നു. ഈ വിധം പിതാവിൻ്റെ കാരുണ്യത്താൽ ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ വർഷവും നിങ്ങൾക്കായി സജ്ജമാക്കപ്പെടുന്നു. ഇപ്പോൾ ജനിക്കാൻ പോകുന്ന ഈ നവവർഷത്തിൽ അബദ്ധസഞ്ചാരം ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ രക്ഷയുടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന പാത തുറക്കപ്പെടട്ടെ. നീതിയുടെയും ദയയുടെയും സുപ്രധാന മണിക്കൂർ ലോകത്തിൻ്റെ മേൽ വരാൻ പോവുകയാണ്. ഇക്കാരണത്താൽ എൻ്റെ പ്രിയ സുതരെ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെയും പാപപ്രായശ്ചിത്തത്തിൻ്റെയും
ഈ വർഷത്തിൻ്റെ അവസാന രാത്രിയുടെ ഈ അമൂല്യ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അല്പം ദീർഘമായി പോയി. ഈ വർഷം അവസാനിക്കുന്നു. 1981 വർഷം അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ ആരാധന. യേശുവെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ.